മൗലവി അല്ല, ഒന്നുകിൽ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫി അല്ലേ, നിങ്ങൾ എന്തിനിങ്ങനെ ചൂടാവുന്നേ? അല്ല, നിങ്ങൾ എന്തിനിങ്ങനെ ചൂടാവുന്ന മൗലവി? ഇസ്തിഹാസന്റെ തെളിവ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഭയക്കുന്ന എന്തിനാ? മൗലവി, നിങ്ങളോട് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തിനിങ്ങനെ ചൂടാവുന്ന? ഇസ്തിഹാസന്റെ തെളിവ് ചോദിക്കുമ്പോ എടാ പോടാ വിളിക്കണോ? അല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചല്ലേ, നല്ല ആരൊക്കെ വിളിച്ചിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നല്ലേ? അല്ല, നിങ്ങളെ കൂട്ടത്തിലുള്ള നിങ്ങളെ ഐദീദ് മൗലവി തന്ന നമ്പറാണ് നിങ്ങളെ. ഇസ്തിഹാസിന്റെ തെളിവ് എന്റെ തറവാട്ടിലാ പോയിട്ട് ചോദിക്കണ്ട മൗലവി? ഇസ്തിഹാസിന്റെ തെളിവ് ഞാൻ എന്തിനാ എന്റെ തറവാട്ടിൽ പോയി ചോദിക്കും? നിങ്ങളോട് ചോദിക്കണ്ടേ? അല്ല, ഇസ്തിഹാസിന്റെ തെളിവ് എന്റെ ബാപ്പാക്ക് വിളിച്ചാൽ ഇസ്തിഹാസിന്റെ തെളിവോ മൗലവി? സഹോദരന്മാരെ, ഇത് നമ്മളെ അബ്ദുറഹ്മാൻ സലഫിയാണ്, നമ്മളെ മുജാഹിദിന്റെ അവരുടെ ഫത്വ ബോർഡ് ചെയർമാന്റെ സെക്രട്ടറി കൂടിയായ മൗലവിയാണ്. ഇത് അബ്ദുറഹ്മാൻ സലഫി. നല്ല നമ്പർ എനിക്ക് പരിചയപ്പെടുത്തരുന്നേ. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞു, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതിയെന്ന് മൂപ്പര് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞു, നീ എന്റെ ഫോൺ റെക്കോർഡ് ചെയ്യണ, നീ നിന്റെ ഉപ്പാന്റെ ഫോൺ സംസാരിക്കുമ്പോ നീ എന്റെ ഫോൺ റെക്കോർഡ് ചെയ്തേ, നീ സംസാരം മര്യാദക്ക് വിളിക്കടാ. റെക്കോർഡ് ചെയ്തോണ്ട് എന്താ കുഴപ്പമെന്താ? നീ ഒരു ഒന്നരത്തിനുള്ളത് നീ ഒരു ഉപ്പാക്കുണ്ടായിരുന്നല്ലേ? നീ ഒരു ഉപ്പാക്കുണ്ടായിരുന്നല്ലേ? ഒന്നരത്തിനുണ്ടായിരുന്നല്ലേ? എനിക്ക് ഉറപ്പാണ്, നിങ്ങളെ കാര്യത്തിൽ ബേജാറണ്ട. എന്താണോ നീ ഉമ്മാവൻ ചോദിക്കാമോ? അതിന് സ്ഥലത്ത് വേണം മൗലവി. നിങ്ങളിപ്പം വിളിച്ചാലും പറയൂ. നിങ്ങൾ ഇസ്തിഹാസിന്റെ തെളിവേക്കും ബേജാറാന്ന്. അല്ല, ഇസ്തിഹാസിന്റെ തെളിവേക്കും നിങ്ങൾ തന്നെ ഞാൻ ചൂടാവുന്നേ. പിന്നെ ഐഡിയത് മോലും നിങ്ങളെ നമ്പറിലാണ്. അതിനെന്താ കുഴപ്പോ? ഇസ്ലാമിലായാലും ഫോൺ റെക്കോർഡ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? നിങ്ങൾ കേട്ടോ? ലാസ്റ്റ് പറഞ്ഞ ഭാഗങ്ങൾ കേട്ടിരുന്നോ? ഒരു മൗലവി ഒരു സെലഫി പറഞ്ഞ മറുപടിയാണ്, പോടാ പട്ടീന്ന്. സഹോദരന്മാർ, ഈ ആളുകളാണോ സാംസ്കാരിക നായകന്മാര്? അല്ലെ ഇവരാണോ നവോത്ഥാന പ്രസ്ഥാനത്തിലെ നായകന്മാര്? ഇതൊന്ന് കേൾപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ വെച്ചതാണ്. അപ്പൊ ഇതാണ് മൂപ്പര് ഇങ്ങോട്ട് വിളിച്ചപ്പോ എന്റെ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു മൗലവിക്ക് മാറ്റം ഉണ്ടായി എന്നുള്ള നിലക്കാണ്. കാരണം അപ്പൊ മൂപ്പര് എന്നെ കൽബ് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ട് ഇങ്ങോട്ട് ഫോണ് വിളിച്ചത്. ആലോചിച്ച് നോക്കിയ. ഞാൻ കരുതി ഇസ്തിഹാസയുടെയോ അല്ലെങ്കിൽ സ്ത്രീ പള്ളി പ്രവേശത്തിന്റെയോ അല്ലെങ്കിൽ വല്ല തെളിവുകളും ഖുർആനോ ഹദീസോ തെളിവ് ധരിക്കാൻ വേണ്ടിയിട്ടാണ് മൗലവി ഇങ്ങോട്ട് വിളിച്ചതെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് അബദ്ധം പറ്റി. മൂപ്പര് കൽബ് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെന്ന്? അതെ, അബ്ദുറഹ്മാൻ സലഫി തന്നെ, നമ്മുടെ ഐദീദ് മൗലവിയുടെ സെക്രട്ടറി, ഓഫീസ് സെക്രട്ടറി. അപ്പോ അതെ, നമ്മുടെ ഇതാണ് തെറി മൗലവി. അപ്പൊ മൂപ്പര് പറഞ്ഞ ഏതായാലും കേട്ടില്ല. അതൊന്ന് പിന്നെ ഒരു വഹാബിക്ക് ഒരു ബർക്കത്തിന് വേണ്ടി കേൾപ്പിച്ചതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച തുടരട്ടെ. ഏതായാലും മൗലവിയുടെ പിന്നെ തെറിയോട് കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചർച്ച സജീവമാണ്. തൽക്കാലം മൈക്ക് വിടുന്നു. ഉസ്താദുമാര് മൈക്കിലേക്ക്